പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മുഖത്തൊരു വാട്ടമാ. എന്നാൽ ആൺമക്കൾ ജനിച്ചു എന്നറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ലഡു വിതരണമാ. ഈ വിനീതൻ 2 ആഴ്ച മുമ്പ് ആലുവയിൽ വെച്ചത് അനുഭവിച്ചതാ. എന്തോ ഒരു താല്പര്യത്തോടു കൂടെയാ. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞവർക്ക് പോലും നിർബന്ധിച്ചു കൊടുത്തു വിടുന്നു. എന്തോ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്ന സന്തോഷത്തിൽ. സഹോദര, ആൺമക്കൾ ഉണ്ടായതിന്റെ പേരിൽ ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക സ്നേഹം. പക്ഷേ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ മുഖം വാടുന്നു. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പെൺമക്കളുടെ പേരിലാ അള്ളാഹുവിന്റെ ഹബീബ് അറിയപ്പെട്ടത്. ഹബീബായ പ്രവാചകൻ അറിയപ്പെട്ടത് പെൺമക്കളുടെ പേരിലാ. സിദ്ദീഖുൽ അക്ബർ അറിയപ്പെട്ടത് പെൺമക്കളുടെ പേരിലാ. നബിയോടൊരിക്കൽ ചോദിച്ചു, നബിയേ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? പുണ്യ റസൂൽ പറഞ്ഞു, എന്റെ ആയിഷ, എന്റെ ആയിഷയാ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ ആരെയാ നബി അങ്ങേക്ക് ഇഷ്ടം? ആയിഷയുടെ പിതാവ് അബൂബക്കറിനെയാ എനിക്കിഷ്ടം. കണ്ടോ, ഒരു പെൺകുട്ടിയുടെ പേരിലാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. മുലപ്പാലിന്റെ ഘടനയിൽ കട്ടി കൂടുതലും കട്ടി കുറവുമുണ്ട് എന്ന മസ്അല പഠിച്ചത് മകളിൽ നിന്നും പിതാവ്. മകളുടെ പേരിൽ ആ പിതാവ് ലോകം മുഴുവൻ അറിയപ്പെട്ടു. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി. അതുകൊണ്ട് പെൺമക്കൾ ഐശ്വര്യമാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, പെൺമക്കൾ നമ്മുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാ. ഹബീബായ പ്രവാചകന്റെ സന്നിധാനത്തിൽ ഖൈസ് ഇബ്നു ആസിം വന്നിട്ട് കരഞ്ഞിട്ട് പറയാ, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ ഹബീബേ, ഇന്നി വഅത്തു സനതൈ അശറത ഇബ്നതൻ ഫിൽ ജാഹിലിയ. നബിയേ, 12 പെൺമക്കളെ ഞാൻ ജീവനോട് കൂടെ കുഴിച്ചു മൂടിയ ക്രൂരനായ എനിക്ക് തൗബയുണ്ടോ? ഹബീബായ പ്രവാചകന്റെ മുന്നിൽ വാവിട്ട് കരഞ്ഞിട്ടൊരിക്കൽ വന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കലും വിറക്കാത്ത മനസ്സ്, ചെയ്തു പോയ തെറ്റോർത്തുകൊണ്ട് പിടഞ്ഞുകൊണ്ട് മഹാനുഭാവൻ വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. നബി തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയ തെറ്റ്, എന്റെ മൂത്ത മകളെ ഞാൻ കൊണ്ടുപോയി ജീവനോട് കുഴിച്ചിട്ടു. 2ാമത്തെ മകളെ ഞാൻ കുഴിച്ചിടുമ്പോൾ, ഞാൻ എന്റെ കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് മണ്ണ് വാരിടുമ്പോൾ, എന്റെ പൊന്നുമോളുടെ വായിലേക്ക് ഞാൻ കോരിയിട്ട മൺതരികൾ ചെന്ന് വീണപ്പോൾ എന്റെ പൊന്നുമോള് അത് തുപ്പിക്കളയുന്ന ശബ്ദം ഞാൻ കേട്ടു നബിയെ. അപ്പോഴും എന്റെ മനസ്സ് ഒരിറ്റ് പോലും ചാടിയില്ല ഹബീബേ. എന്റെ മകളുടെ ശരീരത്തിലേക്ക് വലിയ കല്ല് ഞാൻ വാരിയിട്ടു റസൂലേ. അപ്പോഴും എന്റെ മനസ്സിനൊരു മാറ്റമില്ല നബിയെ. തൗബയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പർവ്വത സമാനമായ നിശ്ചയദാർഢ്യത്തിന്റെ ഉടമ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞിട്ട് ചോദിച്ചു, പുണ്യ റസൂൽ പറഞ്ഞു, നിനക്ക് തൗബയുണ്ടോ ഉമറേ? ആ ഒരു കാലഘട്ടത്തിൽ പെൺമക്കളുടെ മഹത്വം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു. സലാസ് ബനാത് ഔ മിത്ലുഹുന്ന മിനൽ അഖ്വാത്. 3 പെൺമക്കൾ, അല്ലെങ്കിൽ 3 പെങ്ങന്മാർ, അല്ലെങ്കിൽ 3 എളീമമാർ, അതുപോലെ തൊട്ടാൽ ഒന്നും മുറിയാത്ത 3 സ്ത്രീകള്. 3 സ്ത്രീകൾക്ക് ആരെങ്കിലും